എല്ലാവരുടെയും നമ്മളുടെ സന്ദേശം സ്പഷ്ടമായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. എല്ലാവരുടെയും ഞങ്ങൾ എവിടെ ഏത് രാജ്യത്തും 5 രാജ്യം ഞങ്ങൾ പോയി എല്ലാവരുടെയും നമ്മളുടെ സന്ദേശം സ്പഷ്ടമായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. എല്ലാവരെയും അത് സ്വീകരിച്ചു. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് അവരുടെ പിന്തുണ കിട്ടാൻ സാധിച്ചു. ഒരു രാജ്യത്തിൽ കൊളംബിയയിൽ അവർ നേരത്തെ അറിയാതെയാണ് ഞാൻ പറയട്ടെ, ഒരു പാകിസ്ഥാനിൽ ഒരു പിന്തുണ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ അവർ പിൻവലിച്ചു. ബാക്കി എല്ലാവരുടെയും നമ്മളുടെ ആർഗ്യുമെന്റ് കേൾക്കാനും അതിന് 100% അവർ സ്വീകരിക്കാനും പിന്തുണ തരാനും എല്ലാ മീറ്റിങ്ങിലും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ പോയത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ്, ഞങ്ങൾ 2-3 പ്രസിഡന്റ്മാരെ കണ്ടു, 2-3 വൈസ് പ്രസിഡന്റ്മാരെ കണ്ടു, പ്രൈം മിനിസ്റ്റർ ഒന്നെ കണ്ടു, പല എല്ലാവരുടെയും ഫോറിൻ മിനിസ്റ്റർമാരും ആക്റ്റീവ് ഫോറിൻ മിനിസ്റ്റർമാരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ജനപ്രതിനിധികൾ, പാർലമെന്റേറിയൻസ്, ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി പോലെ ബാക്കി എല്ലാ രാജ്യത്തും ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്. 2-3 രാജ്യത്തിൽ നാഷണൽ അസംബ്ലിയുടെ അധ്യക്ഷൻ, നമ്മുടെ സ്പീക്കർ പോലെ അവരെ കാണാൻ സാധിച്ചു. 2-3 സ്ഥലത്തിൽ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിൽ അതീതമായിട്ട് വേറെ MP-മാരെ കാണാൻ സാധിച്ചു. അതും ചെയ്യാൻ സാധിച്ചു. പിന്നെ ചില രാജ്യങ്ങളിൽ തിങ്ക് ടാങ്ക്സ് ഉണ്ട്. കാരണം ഈ വിദേശ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അഭിപ്രായങ്ങൾ എഴുതുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാണ്. ഏത് രാജ്യത്തും ഭാരതം അടക്കം വിദേശ കാര്യങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൈനോറിറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും വിദേശത്തിൽ എന്താ നടക്കണമെന്ന് അറിയാൻ വലിയ ആഗ്രഹമോ അറിവോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് ഈ അറിവും ആഗ്രഹവും ഒക്കെ ഉള്ളവരെ ഞങ്ങൾ എത്തിക്കാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവരെ പോയി നമുക്ക് എല്ലാവരെയും കാണാൻ സാധിച്ചു. ഞാൻ കേട്ട് ചിലർ പറയുന്നു, സാധാരണ മാധ്യമത്തിലൊന്നും വന്നില്ലല്ലോ എന്ന്. അതായിരുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാനുള്ളവർക്ക് കേൾപ്പിക്കണം. അത് ഞങ്ങൾ നല്ലോണം വിജയിച്ചു. പാകിസ്ഥാന്റെ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു, അതിനെ വേദിക്കാൻ നമ്മുടെ ഈ സർവകക്ഷി സംഘങ്ങളുടെ ഈ യാത്രയ്ക്ക് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ? അല്ല, അമേരിക്കയില് എന്തായാലും ഞാൻ കണ്ടിരിക്കുന്നത് അവരുടെ നാരറ്റീവിന് ഒരു സാധ്യതയും ഇല്ല. അത് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞതൊക്കെ എല്ലാവരും സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവര് പോയി ഒരു കോൺഗ്രസ്മാനെ കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്ത തിരിച്ചടിയും അദ്ദേഹം അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കിയ ട്വീറ്റ്സും കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശരിക്കും തലതാത്തി കരയേണ്ടി വരും. അവരുടെ എതിരാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭീകരവാദികളെ നിങ്ങൾ ഒളിക്കണത്? എന്തുകൊണ്ടാണ് ജയ്ഷെ മുഹമ്മദിന്റെ ആൾക്കാർ ഇപ്പോൾ കൂടി നിങ്ങളുടെ നാട്ടിൽ ഓടി നടക്കുന്നത്? എന്തുകൊണ്ടാണ് ലഷ്കർ-ഇ-തോയ്ബ അവർ ജോലി ചെയ്യുന്നത്? ഓരോന്നായിട്ട് ചോദിക്കാനുള്ളത്. ഇതാണ് പാകിസ്ഥാന്റെ ഒരു ഭയങ്കര വീക്ക് കേസാണല്ലോ. അവര് പറഞ്ഞ് നടക്കുന്നത് അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല, ഇന്ത്യക്കാർ അനാവശ്യമായിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്തതെന്നായിരുന്നു. അത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ലാതില്ല. രണ്ടാമത്തത് അവര് പറയുന്നു അയ്യോ ഞങ്ങളെ ഭീകരവാദികളുടെ വിക്ടമാണ്. ബിലാവൽ ഭുട്ടോ എന്റെ അമ്മയെ അവർ കൊന്നു. പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ പാമ്പ് വളർത്തിയാൽ നമ്മളുടെ അയൽവാസികളെ മാത്രമേ കടിക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ടെന്ന് ഒരു ചൊല്ലുണ്ട്. അതിൽ ഞാൻ എല്ലാവരുടെയും അടിച്ചു വെച്ചു. ഈ സർവകക്ഷി സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അമേരിക്ക ഈ മധ്യസ്ഥത അവകാശവാദം ഉന്നയിക്കുന്നത് അതൊരു തിരിച്ചടിയല്ലേ ഇപ്പോഴും? ഏത്? അല്ല, അമേരിക്ക പറയുന്നു മധ്യസ്ഥത അല്ലല്ല, ഈ മധ്യസ്ഥ കാര്യങ്ങൾ ബാക്കി ഞങ്ങൾ ട്രംപിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ബാക്കി എല്ലാവരുടെയും വൈസ് പ്രസിഡന്റ് അടക്കം ഞങ്ങൾ സ്പഷ്ടമായി പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ എന്താ സംഭവിച്ച്. ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആരും ട്രേഡിന്റെ വിഷയവും പറഞ്ഞില്ല. നമ്മളോട് സംസാരിക്കുമ്പോൾ ആരും മീഡിയേഷന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചു എന്താ സംഭവിക്കണം ഈ യുദ്ധത്തിൽ, നിങ്ങളിങ്ങനെ ചെയ്താൽ പാകിസ്ഥാൻ അതിമീതെ ചെയ്താലോ എന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അവർ ചെയ്തോട്ടെ, ഞങ്ങൾ മറുപടി കൊടുക്കും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഒരേ സമയത്ത് പറഞ്ഞു അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം. അപ്പോൾ ആ സന്ദേശം നിങ്ങൾ മറ്റേവർക്ക് കൊടുത്തിട്ട് അവർ നിർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, നല്ല തന്നെ. ഞങ്ങൾക്ക് എല്ലാ നന്ദിയും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആരുടെയും മീഡിയേഷൻ ചെയ്യാൻ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും പറഞ്ഞത്, വൈസ് പ്രസിഡന്റ് അടക്കം, മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്വിവലൻസ് ആണ്. ഈ രണ്ട് ക്ലാസ്മേറ്റ്സ് ശണ്ട പണിയുമ്പോൾ പ്രിൻസിപ്പൾ വന്നിട്ട് മീഡിയേഷൻ ചെയ്ത് ഇങ്ങനെ ശണ്ട പണിയരുത് കുട്ടികളെ പറയുന്നത് അങ്ങനെയുള്ള ഒരു കഥയല്ല ഇത്. ഒരു രാജ്യത്തിന് ഭീകരവാദികൾ വരുന്നു, മറ്റേ രാജ്യത്തിൽ ഒരു രാജ്യത്ത് ടെററിസ്റ്റ് വരുന്നു, മറ്റേ രാജ്യം ടൂറിസ്റ്റ് മരിക്കുന്നു. ഇതിലൊരു ഇക്വിവലൻസ് ഇല്ല. ഒരു രാജ്യം മറ്റേ രാജ്യത്തിനെ ആക്രമണിക്കുന്നു, മറ്റേ രാജ്യം അവരുടെ റൈറ്റ് ഓഫ് സെൽഫ് ഡിഫെൻസ് ഉപയോഗിക്കുന്നു. അതിനും ഒരു ഇക്വിവലൻസ് ഇല്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ്
പിന്നെ ഈ മീഡിയേഷന്റെ സംസാരം ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്തത് അത് അവർ സമ്മതിക്കുകയും ചെയ്തു. 7 മണിക്ക് ഇതൊക്കെ 18-19 മണിക്കൂർ എല്ലാ ദിനമുണ്ടാകുന്ന പ്രോഗ്രാംസ് ആണ്. 6 രാത്രിയിലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്സുകൾ. ഉറക്കം കൂടി ഇല്ലാത്ത ഈ 16 ദിവസം മോദിസ്തുതി ഉണ്ടായി എന്ന രീതിയിലൊക്കെ ഞാനൊരു ഭാരതീയനായിട്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി. അതായിരുന്നു എന്റെ കടമ. ആ കടമ ഞാൻ പൂർത്തിയാക്കിയതാണ് എന്റെ വിശ്വാസം. ഈ പാർട്ടിയിൽ നിന്ന് വിമർശനം ഉന്നയിച്ചവരെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ബാക്കിയെല്ലാം നമ്മൾ പിന്നെ സമയം വരുമ്പോൾ സംസാരിക്കും.